ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലിൽ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോഴേ അങ്ങ് മടിയാണ്, എഡിറ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ മടി. അങ്ങനെ എന്തായാലും ഇന്നൊരു ലോങ് വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി. അങ്ങനെ രാവിലെ ഉറക്കമൊക്കെ ഉണർന്ന് നേരെ അടുക്കളയിലോട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആയുധക്കുട്ടൻ എണീറ്റ് വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അവനാണെങ്കിൽ ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് കുറച്ച് നേരം ഒരു മൂഡ് ഓഫ് ആണല്ലോ കുട്ടികൾക്ക്. അങ്ങനെ അവൻ അവിടെ ഇരിപ്പുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വന്ന് നേരെ നല്ല ചൂടോടൊരു ചായ ഇട്ട് കുടിക്കാനാണ്. അങ്ങനെ പുറത്ത് മഴയുടെയൊക്കെ കോളും മഴയൊക്കെ പൊടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇത്തിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ആയപ്പോൾ എന്താ വീണ്ടും മഴയൊക്കെ പൊടിച്ചു തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ അവിടെ തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നല്ല ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. എന്നും പുട്ടും ഇടിയപ്പമൊക്കെയാണ്, അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാം. ദോശയുടെ കൂടെ കറിക്കായിട്ട് ഉള്ളിക്കറിയാണ് കേട്ടോ ആക്കുന്നത്. ഇവിടെ ദോശയുടെ കൂടെ എനിക്ക് മീൻകറിയൊക്കെ ആണെങ്കിലും ഞാൻ കഴിച്ചോളും, പക്ഷെ ഇക്കാക്കൊക്കെ വേറെ സെപ്പറേറ്റ് കറി വേണം. അങ്ങനെ ഇന്ന് ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ സവാളയൊക്കെ നേരെ തൊലിച്ച് താണ്ടേ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഈ നമ്മൾ കുക്കറിനകത്തിട്ട് ഒന്ന് ഉള്ളി വാട്ടിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിനകത്താണ്. അപ്പം ഞാൻ ഒരു കുഞ്ഞു കുക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്താണ് കേട്ടോ ഇന്ന് ഉള്ളിക്കറി വയ്ക്കാൻ പോകുന്നത്. അങ്ങനെ ഉള്ളി തണ്ട് സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് പിന്നെ അതുപോലെ തന്നെ ഈ കറി ഉണ്ടെങ്കിലും എത്ര കറി ഉണ്ടെങ്കിലും ഇവിടെ മുട്ട പുഴുങ്ങിയത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ മുട്ടയും കൂടെ ഞാൻ പുഴുങ്ങുന്നുണ്ട്. ഇക്കാണെങ്കിൽ ഈ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരുവിധപ്പെട്ട കറികളൊന്നും കൂട്ടത്തില്ല. ഇവിടെ കൂടുതലും ഞാൻ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിക്കറി തന്നെയാണ്. ഉള്ളിക്കറി ആകുമ്പോൾ അങ്ങ് കൂട്ടിക്കോളും. കിഴങ്ങറിയും കടലക്കറിയൊക്കെ കൂട്ടാൻ പാടാണ്. അങ്ങനെ ദാണ്ടെ കുക്കർ അടുപ്പത്തോട്ട് വെച്ച് അല്പം വെള്ളം ഉണ്ടായിരുന്നു, അതാണ് ഈ പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത് ഒരു വിസിലേക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചക്കലത്തേക്ക് മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഓടിപ്പോയി മീൻ വാങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്ക് കറിവേപ്പില ഒട്ടുമില്ല. അങ്ങനെ അടുത്ത വീട്ടിലെ ഇത്താടടുത്ത് പോയി കുറച്ച് കറിവേപ്പിലയും ഞാൻ പറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങുന്നതും അത്ര ഒരു ഇതല്ലല്ലോ. അതുകൊണ്ട് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ ഞാൻ അത് ഡെപ്പയ്ക്കകത്താക്കി ഇങ്ങനെ വെച്ചേക്കും. അങ്ങനെ കറിവേപ്പില വാങ്ങിച്ച് കറിവേപ്പിലൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് എനിക്കുള്ള ഫുഡ് അങ്ങ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് കിട്ടിയ നല്ല കുഞ്ഞ് നെയ്ച്ചാളയായിരുന്നു. അതെടുത്ത് തണുപ്പ് മാറാനായിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതും കെട്ടി നിന്നാൽ പിന്നെ ദേഹത്തൊന്നും അഴുക്കൊന്നും ആവത്തില്ല കേട്ടോ. ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് പിന്നെ ഡ്രസ്സ് മാറാനായിട്ടൊന്നും നിൽക്കേണ്ട. നമുക്ക് ദാണ്ട് നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഞാൻ വാങ്ങിച്ചപ്പോൾ നല്ല ഓഫറിനാണ് വാങ്ങിച്ചത്. ഒരെണ്ണവേ ഉള്ളൂ എന്ന് കരുതിയതാണ്, പക്ഷെ 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവും. നിങ്ങൾ ചെക്ക് ചെയ്തൊക്കെ മറക്കണ്ട. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ദാണ്ട് കിച്ചണിൽ വന്നിട്ട് നമ്മളെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ കുറേ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മീൻ ഞാൻ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്തത്, പുറത്തോട്ട് ഇറങ്ങിയില്ല മഴ കാരണം. അങ്ങനെ അതിൻ്റെ കൂടെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ച് ലൈസോളും കൂടെ ഒഴിച്ച് അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല മീൻകറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്ന് തൂക്കാനും പെറുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഈ തൂക്കലും പെറുക്കും ഒരു ചടങ്ങാണല്ലോ. നേരെ ഞാൻ അടുക്കളയൊക്കെ തൂക്കത്ത് വൃത്തിയാക്കാമെന്ന് കരുതി. അങ്ങനെ അവിടെ ഉള്ള ചപ്പും ചവറും എല്ലാം വാരി കളയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ദാണ്ട് ഐതുക്കുട്ടി വന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഏതാണെന്നൊന്നും അറിയില്ല, ചുമ്മാ നിന്നങ്ങ് കരയാണ്. അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. ഇനി സ്കൂൾ തുറക്കുന്നിടം വരെയല്ലേ ഉള്ളൂ ഈ ഒരു പ്രഹസനമൊക്കെ. വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻകറി തൻ്റെ അടുപ്പിലിരുന്ന് നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചാണ് വെച്ചിരിക്കുന്നത്. മുരിങ്ങയ്ക്കയും പുളിയും ഒക്കെ ചേർത്ത് തേങ്ങ അരച്ച് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മൂപ്പിച്ചിട്ട് തേങ്ങ അരച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് മീൻ വറുത്തതും വേണം. ഇവിടെ മീൻ കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, മീൻ വറുത്തതില്ലെങ്കിൽ ഇവിടെ എന്ന് യുദ്ധമാണ് കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ എടുത്ത് മീൻ വറുത്തു. അതിൻ്റെ ചാളത്തല വറുത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇക്ക അങ്ങനെ കഴിക്കാറില്ല, അതുകൊണ്ട് അതൊക്കെ ഞാനാണ് കഴിക്കാറുള്ളത്. അങ്ങനെ അതുമൊക്കെ ദാണ്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദാണ്ട് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ഐതുക്കുട്ടൻ നല്ല ബഹളമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കരച്ചിലും പഴിച്ചിലും ഒക്കെ ആയിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഒരുവിധം അവനെ സമാധാനപ്പെടുത്തിയിട്ട് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഒന്ന് ഫുഡിന് നമുക്കിന്ന് രസം ഉണ്ടാക്കിയിട്ടുണ്ട്, മീൻകറി, പിന്നെ മീൻ വറുത്തത്, ഇതൊക്കെയായിരുന്നു ഇന്ന് നമുക്ക് ഫുഡെന്ന് പറയാം. പിന്നെ ഒരു ബീട്രൂട്ട് തോരനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്.
ഫുഡ് കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ നേരെ താണ്ട് വന്നിരുന്നു ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു ഇക്ക വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും. അങ്ങനെ വന്നപ്പോൾ നല്ല പരിപ്പ് വടിയും ഉഴുന്നുവടയും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ ഇട്ട് ആ പരിപ്പ് വട എങ്ങനെ ആസ്വദിച്ച് കുടിക്കുക ഒരു പ്രത്യേക രസമാണ് ഇല്ലേ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എനിക്ക് ചായ എന്ന് പറയുന്നത് നിർബന്ധമാണ്. കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസമേ പോക്കെന്നുള്ള രീതിയിലാണ്. രാവിലെയും വൈകിട്ടും എനിക്ക് ഓരോ ചായ നിർബന്ധമാണ്. കടുംചായ അല്ല, പാൽച്ചായ തന്നെ കുടിക്കണം. എന്താണെന്നറിയില്ല, അത് പണ്ട് തൊട്ടേ ശീലിച്ചുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം തലവേദന എടുത്ത് എൻ്റെ ഉപ്പാട് വരും. അങ്ങനെ പരിപ്പ് വടയും ചായയും ഒക്കെ കുടിച്ചിട്ട് പുറത്ത് അന്നേരം ഒരു വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയുടെ ആ ഒരു ഇതൊക്കെ മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഞാനും ഇതും കൂടെ വെളിയിൽ പോയി നിന്നപ്പോഴേക്കും നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ട് ഈ ഒരു ഞങ്ങൾ ഈ പിന്നാമ്പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ കാറ്റ് അടിപൊളിയാണ്, നല്ല രസമാണ്, ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അങ്ങനെ അതുമൊക്കെ ഞാനും ഇതും കൂടെ കണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.